വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിനാ നാട്ടിൽ തേടി നടക്കുന്നു എന്നൊരു പരസ്യത്തിൽ പറഞ്ഞതുപോലെ കോൺഗ്രസിന് സ്ഥാനാർത്ഥികൾ അവിടെ തന്നെ ഏറെയുണ്ട്. അതായത് നിലമ്പൂരിലെ കഥയാണ് ഈ പറയുന്നത്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പായ ഒരു സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി ചർച്ചകളിൽ മുഴുകിയിരിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ. LDFിന്റെ സിറ്റിംഗ് സീറ്റ് ആണെങ്കിലും അൻവറിന്റെ തീരുമാനത്തോടു കൂടി അത് UDFിന് അനുകൂലമായി മാറിയിരിക്കുകയാണ്. അൻവർ എന്ന യോദ്ധാവ് ആര്യാടന്റെ കുത്തക മണ്ഡലം പിടിച്ചെടുത്തതാണ്, അത് മറക്കരുത്. അല്ലാതെ അത് LDFിന്റെ മണ്ഡലമല്ല. പക്ഷേ തമ്മിൽ തല്ലിയാൽ ആര്യാടൻ മുഹമ്മദ് ആഗ്രഹിച്ചതുപോലെ അത് കോൺഗ്രസിന് തന്നെ കിട്ടുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്. ആര്യാടൻ മുഹമ്മദിനെ പോലെ ജയിക്കാൻ ആർക്കും കഴിയില്ല. പാണക്കാട് തങ്ങന്മാരെ പോലും വിമർശിച്ച ഒരാൾ മലപ്പുറം ജില്ലയിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ആദ്യവും അവസാനവും ആര്യാടൻ മുഹമ്മദ് തന്നെയായിരിക്കും. ഇവിടെ ഇപ്പോൾ പ്രശ്നം അതല്ല. ആര്യാടനില്ലാത്ത നിലമ്പൂരിൽ ഒരു പേര് പറയാൻ കഴിയാത്ത സാഹചര്യത്തിൽ കോൺഗ്രസ് ആരെ നിർത്തും എന്നുള്ളതാണ്. അങ്ങനെ ഒരു തിരച്ചിൽ നടത്തുമ്പോൾ കണ്ണും ചുമ്മി പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട് മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിന്. KP നൗഷാദ് അലി ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ പ്രവർത്തകരുടെ ഒരു വികാരമായി മാറുകയാണ് നൗഷാദ് അലി. കാരണം മറ്റൊന്നുമല്ല, നിലമ്പൂരിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതും പ്രതീക്ഷിച്ചതുമായ രണ്ടു പേരിലാണ് ആര്യാടൻ ഷൗക്കത്തും അതുപോലെ DCC പ്രസിഡന്റ് VS ജോയിയും. എന്നാൽ ഈ രണ്ടു പേരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് രാജിവെച്ച MLA ചില പ്രസ്താവനകൾ നടത്തിയിരിക്കുന്നു. VS ജോയിയെ നല്ലവനെന്നും അതുപോലെ ആര്യാടൻ ഷൗക്കത്തിനെ വെറുക്കപ്പെട്ടവനെന്നുമാണ് ആ പ്രസ്താവനയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ അൻവറിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാനോ അത് തള്ളാനോ കോൺഗ്രസ് നേതൃത്വം നിൽക്കില്ലെങ്കിലും ഈ രണ്ടു പേരുകളും ഇല്ലാതെ മറ്റൊരു പേരിനാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് അവിടെ KP നൗഷാദ് അലിയുടെ പേര് വളരെ സജീവമായി വന്നിരിക്കുന്നത്. ഇന്ന് ചാനൽ ചർച്ചകളിൽ സജീവമാണ് KP നൗഷാദ് അലി. നമുക്കറിയാം, M ലിജുവിൻ്റെയും മാത്യു കുഴൽനാടിൻ്റെയും ഒപ്പം ടാലന്റ് ഹണ്ടിലൂടെയാണ് കേരള രാഷ്ട്രീയത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവായി ചുവടുറപ്പിച്ച നേതാവായി നൗഷാദ് അലി രംഗത്ത് വരുന്നത്. അതിനുശേഷം KPCC മെമ്പറായി, KPCC സെക്രട്ടറിയായി അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ നിറസാന്നിധ്യമായി നിൽക്കുന്നു. ഇന്നത്തെ രാത്രികളിലെല്ലാം ഏതു മലയാളം വാർത്താ ചാനലുകൾ എടുത്തു നോക്കിയാലും നൗഷാദ് അലിയുടെ സർഗാത്മകമായ രാഷ്ട്രീയ വിശകലനമില്ലാതെ ഒരു ദിവസവും കടന്നു പോകാറില്ല. ചാനലുകളിലെ റേറ്റിംഗിന് വേണ്ടി അനാവശ്യമായ അഗ്രസീവും അനവസരത്തിലുള്ള കീഴടങ്ങലുമെല്ലാം പാർട്ടിയെ തളർത്തുമ്പോൾ എല്ലാത്തിനും മുന്നിൽ അതീവ ജാഗരൂകമായി നിൽക്കാറുള്ള കോൺഗ്രസ് നേതാവാണ് നൗഷാദ് അലി. അദ്ദേഹത്തെ കേരള നിയമസഭയിൽ എത്തിക്കാൻ കോൺഗ്രസ് പാർട്ടി ഏറെ ആഗ്രഹിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ആര്യാടൻ ഷൗക്കത്തും VS ജോയിയും കഴിവില്ലാത്തവർ എന്ന് പാർട്ടി പറയുന്നില്ല. പകരം അവരുടെ സ്ഥാനാർത്ഥിത്വം എന്തെങ്കിലും അസ്വാരസ്യങ്ങൾക്ക് കാരണമാകുന്നുവെങ്കിൽ അവിടെ അതിനൊപ്പം തന്നെ ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒരു പേര് മലപ്പുറത്ത് നിന്ന് തന്നെ തപ്പിയെടുക്കാൻ കോൺഗ്രസ് നേതൃത്വം ആലോചിച്ചപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നതാണ് നൗഷാദ് അലി എന്ന പേര്. അവിടെയാണ് ലോകസഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി ഒരുപക്ഷെ വയനാട് മണ്ഡലത്തിൽ മാറുമ്പോൾ അവിടെ പ്രിയങ്ക ഗാന്ധി വന്നില്ല എങ്കിൽ ആരെ പരിഗണിക്കും എന്ന ചോദ്യത്തിന് ഉത്തരമായി കുറച്ച് പേരുകൾ വന്നപ്പോഴും അതിൽ നൗഷാദ് അലി ഉണ്ടായിരുന്നു. നൗഷാദ് അലിയെ വയനാട്ടിൽ പരിഗണിക്കുന്നു എന്ന് പല മാധ്യമങ്ങളും വാർത്ത നൽകിയതുമാണ്. കാരണം ഇംഗ്ലീഷും ഹിന്ദിയും അടക്കം 5ഓ 6ഓ ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് എല്ലാരേക്കാളും നന്നായി കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ അറിയാം. അധ്യാപക ദമ്പതിമാരുടെ മകനായി ജനിച്ച നൗഷാദ് അലി നിലമ്പൂരിനടുത്തെ അരീക്കോട് സ്വദേശിയാണ്. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം ഗ്രൂപ്പുകളെ കൊണ്ടും തമ്പുരാക്കന്മാരെ കൊണ്ടും ഒക്കെ ചിറക് വിടർത്തി നിന്നപ്പോൾ പോലും ഒരു ഗ്രൂപ്പിന്റെയും ആളായിട്ടില്ല എന്നത് മാത്രമാണ് നൗഷാദ് അലിയുടെ നേട്ടവും കോട്ടവും. ഏതായാലും നിലമ്പൂരിൽ ഏറ്റവും ആദ്യം പരിഗണിക്കുന്ന പേരുകളിൽ ഇപ്പോൾ നൗഷാദ് അലിയുടെ പേരും ഉൾപ്പെട്ടു കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പുതിയ വാർത്തയായി വന്നിരിക്കുന്നത്.